ബസ്സിൽ കയറി യാത്ര ചെയ്യുന്നവരടുത്ത് അനാവശ്യമായ ഹായ്, ഞാൻ അപ്സ കേരജി. നിങ്ങൾ എൻ്റെ ലാസ്റ്റ് വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും. ഒരു സ്ത്രീക്കും പുരുഷനും ഒരുമിച്ച് യാത്ര ചെയ്യാം. അത് ഇന്ത്യയിലെ നിയമം അനുസരിക്കുന്ന ഒരു. എൻ്റെ അനിയത്തിമാരോട് എനിക്കൊരു കാര്യം പറയുള്ളൂ. നിങ്ങളും എന്നെ പോലെ പബ്ലിക് ട്രാൻസ്പോർട്ടൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സാധാരണക്കാരിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ഒട്ടും സേഫ് അല്ല. ഇനി ഈ നശിച്ച നാട്ടിലേക്ക് ഞാൻ ഇല്ല. നിങ്ങൾ കോഴ്സ് എടുത്തോ ജോലിക്കായിട്ടോ വേറെ ഏതെങ്കിലും രാജ്യത്തോട്ട് ഓടി രക്ഷപ്പെടാൻ നോക്കൂ. ഇത് അപ്സ ചേച്ചി, സോഷ്യൽ മീഡിയയിലെ ഇപ്പോഴത്തെ വൈറൽ താരം. KSRTC ബസ്സിലുണ്ടായ മോശം അനുഭവം കഴിഞ്ഞ ദിവസമായിരുന്നു വീഡിയോ പങ്കുവച്ചത്. മില്യൺ കണക്കിന് ആളുകളാണ് വീഡിയോ കണ്ടത്. എന്നാൽ വീഡിയോയ്ക്ക് കിട്ടിയത് മൊത്തം നെഗറ്റീവ് കമന്റുകളാണ്. അതിന്റെ കമന്റ്സിൽ ഫുള്ള് ഞാൻ റീച്ചിന് വേണ്ടിയിട്ടാ, ഞാൻ ഫോളോവേഴ്സിനെ കൂട്ടാൻ വേണ്ടിയിട്ടാന്നൊക്കെ പറഞ്ഞ് കുറേ കമന്റ്സ്. അങ്ങനെ വീണ്ടും ന്യായീകരിച്ച് അപ്സ ചേച്ചി രംഗത്തെത്തിയിട്ടുണ്ട്. നിങ്ങളെ ഞാൻ കാണിച്ച കുറച്ച് സെക്കൻഡ് വീഡിയോ അതാണ് നിങ്ങൾ കണ്ടത്. എന്നാൽ അയാൾക്ക് അവിടെ വെച്ച് തന്നെ മറുപടി ഞാൻ കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോ കണ്ടിട്ട് എന്നെ ആരും ചൊറിയാൻ വരണ്ട. സത്യാവസ്ഥ എന്താണെന്ന് കമന്റോളികൾക്ക് അറിയില്ലല്ലോ. ഇവരെക്കാൾ അയാളായിരുന്നു നല്ലതെന്ന് ഇപ്പോൾ തോന്നുന്നു. ഇതിനെക്കുറിച്ച് ഗണേഷ് കുമാർ പറയുന്ന ഒരു വീഡിയോ വൈറലാകുന്നുണ്ട്. ഒരു സ്ത്രീക്കും പുരുഷനും ഒരുമിച്ച് യാത്ര ചെയ്യാം. അത് ഇന്ത്യയിലെ നിയമം അനുസരിക്കുന്ന. എന്തൊക്കെയാണെങ്കിലും വൈറൽ ചേച്ചി വീണ്ടും ഏറിലാണ്. പുതിയ വീഡിയോയ്ക്ക് താഴെയും വയറ് നിറച്ച് തന്നെ കിട്ടുന്നുണ്ട്. ഒരു സാധാരണ പെൺകുട്ടി KSRTC ബസ്സിൽ സേഫ് അല്ല പോലും. എന്നാ പിന്നെ പ്രൈവറ്റ് ബസ്സിൽ പോയാൽ പോരെ എന്ന് കമന്റുകൾ വരുന്നുണ്ട്. എന്നാലും എന്തുകൊണ്ടായിരിക്കും KSRTC ബസ്സിൽ മാത്രം ഇത്തരം ദുരനുഭവങ്ങൾ ഉണ്ടാവാൻ കാരണം? എന്തായാലും ആണുങ്ങൾ ഇനി സൂക്ഷിക്കണം. ബസ്സിൽ യാത്ര അത് കഴിവതും ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇനി സ്ത്രീകളുടെ സീറ്റിലിരിക്കുമ്പോൾ ഒരു സേഫ്റ്റി എടുക്കുന്നതും എന്തുകൊണ്ടും നല്ലതായിരിക്കും.